കണ്ണൂർ നഗരത്തിനടുത്തെ അലവിലിൽ വീടിനുള്ളിൽ ദമ്പതികളെ കത്തിക്കരിഞ്ഞു മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹതയേറുകയാണ്. പ്രേമരാജൻ, ഭാര്യ AK ശ്രീകല എന്നിവരുടെ മരണത്തിന്റെ ഞെട്ടലിലാണ് പ്രദേശവാസികളും ബന്ധുക്കളും. ഇന്നലെ വൈകുന്നേരം 5 മണിയോടെയാണ് ഇരുവരുടെയും മരണവിവരം പുറം ലോകം അറിയുന്നത്. ദമ്പതികളുടെ ഇളയ മകൻ ഷിബിൻ പ്രേമരാജ് കുടുംബസമേതം നാട്ടിലെത്തുന്ന ദിവസമാണ് ഇരുവരും ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചത്. ഭാര്യയെ കൊലപ്പെടുത്തിയതിനു ശേഷം പ്രേമരാജൻ ആത്മഹത്യ ചെയ്തതാകാമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. മൃതദേഹത്തിന് സമീപം ഒരു ചുറ്റിക കണ്ടെടുത്തിട്ടുണ്ട്. ഇതിൽ രക്തക്കറ ഉള്ളതായി പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ട്. എന്നാൽ ദമ്പതികൾക്കിടയിൽ കുടുംബവഴക്കോ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ ഉള്ളതായി അറിയില്ലെന്നാണ് പ്രദേശവാസികളും ബന്ധുക്കളും പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നത്. ഇന്നലെ വൈകിട്ട് 5 മണിക്കാണ് ദമ്പതികളുടെ ഇളയ മകൻ ഷിബിൻ ബഹ്റിനിൽ നിന്ന് നാട്ടിലെത്തിയത്. ഷിബിനെ കൂട്ടിക്കൊണ്ടുവരാനായി വർഷങ്ങളായി പ്രേമരാജന്റെ ഡ്രൈവറായി ജോലി ചെയ്യുന്ന അയൽവാസി സരോഷിനെ നേരത്തെ തന്നെ പ്രേമരാജൻ ഏർപ്പാട് ചെയ്തിരുന്നു. ഇന്നലെ വൈകിട്ട് 5 മണിയോടെ വിളിച്ചിട്ടും വാതിൽ തുറക്കാത്തതിനെ തുടർന്ന് നോക്കിയപ്പോഴാണ് കത്തിക്കരിഞ്ഞ നിലയിൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. വളപട്ടണം പോലീസ് സ്ഥലത്തെത്തി പരിശോധിച്ചപ്പോൾ ശ്രീലേഖയുടെ തലയ്ക്ക് അടിയേറ്റ പാടുകൾ കണ്ടെത്തി. ഭാര്യയെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയതിനു ശേഷം പ്രേമരാജൻ ആത്മഹത്യ ചെയ്തതാകാമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. പൊള്ളലേറ്റ നിലയിലായിരുന്നു ഇരു മൃതദേഹങ്ങളും കണ്ടെത്തിയത്. മുറിയിൽ മണ്ണെണ്ണയുടെ ഗന്ധവും ഉണ്ടായിരുന്നു. കിടക്കയിൽ ചുറ്റിക കൂടി കണ്ടെത്തിയതോടെയാണ് പോലീസ് അന്വേഷണം മറ്റൊരു വഴിയിലേക്ക് നീങ്ങിയത്. ഇന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ അന്തിമ തീരുമാനത്തിൽ എത്താനാകൂ എന്നാണ് പോലീസ് പറയുന്നത്. ദമ്പതികളുടെ മൂത്ത മകൻ പ്രഭിത്ത് ഓസ്ട്രേലിയയിലാണ്. പ്രഭിത്ത് നാളെ നാട്ടിലെത്തിയതിനു ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടത്തുക. വീട്ടിൽ പോലീസ് പരിശോധന ഇന്ന് പുലർച്ചെ വരെ നീണ്ടു. അതിനുശേഷം പുലർച്ചെയോടെയാണ് മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത്.